ഉണ്ണിയേശുവിന്റെ ഉറക്കുപാട്ടിന്റെ പിറവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിലെ വെള്ളനാട് കരിക്കോണം സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഇടവക വികാരിയായ ഫാദർ ജോസഫ് പാറാംകുഴി. 1984 ക്രിസ്മസ് കാലം. കാട്ടാക്കട കട്ടക്കോട് സ്വദേശി ജോസഫ് അന്ന് ആലുവ കാർമൽഗിരി പൊന്തിഫിക്കൽ സെമിനാരിയിൽ അച്ഛൻ പട്ടത്തിന് പഠിക്കുന്നതേയുള്ളൂ. അവിടെ പ്രൊഫസറായിരുന്ന ഫാദർ ജസ്റ്റിൻ പനക്കലിന്റെ നിർദ്ദേശപ്രകാരം 5 ഗാനങ്ങൾ യേശുദാസിന്റെ തരംഗിണി മ്യൂസിക്കിന്റെ സ്നേഹപ്രവാഹം എന്ന ആൽബത്തിനായി എഴുതി. 4 പാട്ടുകൾ ഉൾപ്പെടുത്തി സ്നേഹപ്രവാഹം പുറത്തിറങ്ങി. സംഗീതം ജസ്റ്റിൻ പനക്കൽ അച്ഛൻ. 4ൽ 3 പാട്ടുകൾ യേശുദാസ് തന്നെ പാടി. ദൈവം പിറക്കുന്നു മനുഷ്യനായി മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നൊരു ഗാനം പാടിയത് KS ചിത്ര. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആദ്യം കേട്ടത് ഇങ്ങനെ ട്രാക്ക് പാടാനായിട്ടായിരുന്നു വിളിച്ചത്. പക്ഷെ അവസാനം ഇവർ ഇത് കാര്യങ്ങൾ ചെയ്തു വന്ന സമയത്ത് ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞു ഈ കുട്ടി മതി, ഈ സ്വരം മതി, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പാട്ടുകളെല്ലാം ഹിറ്റായി. അതിൽ ചിത്ര പാടിയ ക്രിസ്മസ് താരാട്ടുപാട്ട് 35 വർഷമായി ഉണ്ണിയേശുവിന്റെ ഉറക്കുപാട്ടായി തുടരുന്നു. വേറെ ഏതോ ഒരു സന്യാസി അച്ഛനാണ് യഥാർത്ഥത്തിൽ താരാട്ട് പാട്ട് എഴുതാനായിട്ട് ഏൽപ്പിച്ചത്. പക്ഷേ 2-3 പ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ട് ശരിയായി. അങ്ങനെയാണ് 3 ദിവസത്തിന് മുമ്പ് എന്നെ ഒന്ന് സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പാട്ട് എഴുതുന്നു. അപ്പോൾ ഇത് ഞാൻ 3 പാട്ട് താരാട്ട് പാട്ട് എഴുതി കൊടുത്തു. അതിൽ 2ാമത്തെ താരാട്ട് പാട്ടാണ് അച്ഛൻ സെലക്ട് ചെയ്തത്. അമ്മയുടെ സ്നേഹം വരികളാക്കിയ ഫാദർ ജോസഫ് പാറംകുഴിയെ 35 കൊല്ലങ്ങൾക്കിപ്പുറവും സംഗീതപ്രേമികൾക്കോ ശ്രോതാക്കൾക്കോ പരിചിതമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ പാറംകുഴി അച്ഛന് അതൊന്നും പ്രശ്നമേയല്ല. എത്ര ശതമാനം ആൾക്കാർ ശരിയാവണ്ണം മനസ്സിലാക്കി കണ്ടുവെന്നുള്ളത് യഥാർത്ഥത്തിൽ ഐ ആം ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ദാറ്റ്. ഞാൻ അതിനെ ഒരു അത്രയും വലിയൊരു കാര്യമായിട്ട് ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ പാട്ടുകൊണ്ട് നാളെ ഒരു ഉപജീവനം കണ്ടെത്താമെന്നോ എനിക്കൊരു പുതിയൊരു മേൽവിലാസം ഉണ്ടാക്കണമെന്ന് ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. 3.5 ദശാബ്ദമായി ഈ താരാട്ടുപാട്ട് കേൾക്കാതെ ഒരു ക്രിസ്മസ് കാലവും കടന്നു പോകുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ മാറ്റിനുള്ള തെളിവ്. ൽ തരംഗിണിയുടെ തന്നെ സ്നേഹസന്ദേശം എന്ന ആൽബം, ഒപ്പം നാടകങ്ങൾക്കും മറ്റാൽബങ്ങൾക്കുമായി 100 കണക്കിന് പാട്ടുകളും എഴുതിയ പാറംകുഴി അച്ഛൻ 3000-ഓളം ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ആരാധനാ കീർത്തനങ്ങളും നാടക സമാഹാരവും രചിച്ചിട്ടുണ്ട്. ഒന്നിനും പ്രതിഫലം വാങ്ങാതെ. പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ ഈ കഴിവ് തിരിച്ചെടുക്കുമെന്നൊരു പേടി. കാരണം ഇത് എൻ്റെ സ്വന്തം കഴിവല്ല, അപ്പം ദാനമായിട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടെന്തറിയാമോ, പ്രതിഫലം വാങ്ങില്ല. സിനിമയിൽ ഗാനങ്ങൾ എഴുതാൻ ക്ഷണമുണ്ടായപ്പോഴും വൈദികനായി തുടർന്നാൽ മതിയെന്ന തീരുമാനമെടുത്തു. പക്ഷേ ഉള്ളിൽ തിരതല്ലുന്ന മോദത്തോടെ പാറംകുഴി അച്ഛൻ ഇപ്പോഴും എഴുത്തു തുടരുന്നുണ്ട്. ജിനുവിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24.